അപ്പനെ നോക്കിയിട്ടില്ല, എവിടെ നിന്ന് വന്നു ഇപ്പം ഈ മകളെന്ന് CN മോഹനൻ ചോദിച്ചു എന്ന് മനോരമയിൽ അവതാരകം കുറച്ചു മുമ്പ് എന്നോട് ചോദിച്ചേ ഉള്ളൂ. ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം മഹത്വം പറയാനല്ല ഇത് പറഞ്ഞത്. എൻ്റെ അപ്പനുമായിട്ടുള്ളൊരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം താങ്കളും ഈ സമൂഹമൊക്കെ അറിയട്ടെ. അപ്പൻ്റെ കയ്യിൽ റീഇംബേഴ്സ്മെന്റ് കിട്ടണമെങ്കിൽ അപ്പൻ MP കറന്റ് MP മാർക്ക് അത് എളുപ്പം കിട്ടും. പക്ഷേ MP സ്ഥാനം ഇല്ലാത്തവർക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്തോ കൊടുക്കണം. അപ്പന് മരുന്ന് മേടിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു, പെൻഷൻ കാശ് എല്ലാം ആയിട്ട്. ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു അപ്പന് ഒരു 60,000 രൂപ ഇല്ല, റീഇംബേഴ്സ്മെന്റ് കിട്ടുമായിരുന്നു എന്ന്. അങ്ങനെ എൻ്റെ കയ്യിൽ എടുക്കാനില്ല, ആരോടെങ്കിലും മേടിച്ച് കൊടുക്കാമെന്ന് തീരുമാനിച്ച് ആരെ ബുദ്ധിമുട്ടിക്കുമെന്ന് ഓർത്ത് ഫ്രണ്ട്സിനൊക്കെ 60,000 രൂപ ചോദിച്ചാൽ പെട്ടെന്നൊക്കെ തരാൻ പറ്റിയൊരാരും ഇല്ല. അങ്ങനെ ഞാൻ ഉമ്മൻചാണ്ടി സാർ എന്ന മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന്. അദ്ദേഹത്തിന് കേൾക്കുമ്പോൾ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കുന്നത്. ഫോണിൽ കൂടി പോലും അയ്യോ എന്ന് പറഞ്ഞു, എത്ര രൂപ വേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലാൻ പറഞ്ഞു. കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് ചെന്ന് പറഞ്ഞ തുക എന്നെ ഏൽപ്പിച്ചിട്ട് തിരുവനന്തപുരം സിറ്റിയിലെ മാരിയമ്മൻ കോവിലിൻ്റെ അടുത്തുള്ള CAT സംസ്ഥാന ഓഫീസിൽ ഞാനാണ് കൊണ്ടേ കൊടുത്തത്. ഈ മകനും മകളും ഇന്ന് ഈ കള്ളം പറഞ്ഞ് അഫിഡവിറ്റും കൊടുത്ത് നടക്കുന്ന മക്കളൊന്നും ഇല്ലായിരുന്നു. മകള് കോടീശ്വരിയാണ്, ഫിനാൻഷ്യലി സേഫാണ്, മകൻ വക്കീലാണ്. ഞാൻ ചോദിച്ചു, മകളോട് ചോദിച്ചൂടെ? ഇല്ല ഞാൻ ചോദിക്കില്ല. പാർട്ടി പറഞ്ഞൂടെ അത് വേണ്ടെന്നോ? ഞാൻ കൊണ്ടേ കൊടുത്ത് വിതിൻ ഹാഫ് ആൻ അവർ അപ്പൻ ആ കൺസേൺഡ് ഓഫീസിൽ പോയി പൈസ അയച്ചു. ഞാനെന്നാ കൺസേൺഡ് ഓഫീസിൽ വിളിച്ച് ചോദിച്ചു, കൺഫേം ചെയ്തു, വന്ന് പൈസ അടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് VS ഇത് പറഞ്ഞപ്പോഴും അപ്പൻ ഈ ബൈസ്റ്റാൻഡറോട് 2021 പറഞ്ഞു VS എന്നെ അപമാനിച്ചപ്പോഴും അവള് മാത്രമാണ് എനിക്ക് വേണ്ടി സംസാരിച്ചതെന്ന്. ഇങ്ങനെ അപ്പനായിട്ട് ഞാൻ നിരന്തരം ഫോണിൽ സംസാരിക്കും. അമ്മയുടെ കാര്യം പറഞ്ഞ് ചിലപ്പോൾ വഴക്കിടും. ഞാനും അപ്പനും തമ്മിലുള്ള വഴക്കിൽ എന്താണ് ഇത്ര പ്രശ്നം? എനിക്ക് എൻ്റെ അപ്പനോട് സ്നേഹിക്കാനും വഴക്കിടാനും പറ്റില്ല. കുടുംബമായിട്ട് അവസാനം കാണുന്നത് 1.5 മാസം മുമ്പാണ്. അപ്പോൾ എന്തെങ്കിലും അപ്പൻ പറഞ്ഞിരുന്നു? അപ്പൊ സംസാരിക്കാൻ പറ്റുമായിരുന്നു അപ്പന്? ഇല്ല, ഞങ്ങൾ ചെന്നാൽ ഡോക്ടർ അരുൺ 2021 തൊട്ട് ബെഡ് റിഡൻ ആയതിന് ശേഷം അപ്പൻ ഈ അരുൺ ആന്റണി എന്ന് പറഞ്ഞ അവൻ ഒഴിവാക്കിയിരുന്നു. അപ്പന് യൂറിൻ കൺട്രോൾ ഇല്ലാണ്ട് പോയപ്പം ഇന്ന് മാതൃഭൂമിയിലെ അഭിലാഷ അവനെ വിളിച്ചിരുത്തിയാണ് ചർച്ച ചെയ്യണത്. ഇതുപോലെ ഒരു വൃത്തിയായിട്ടൊരു കള്ളനെ, ഞങ്ങൾക്ക് സങ്കടം തന്നവനെ വിളിച്ചിരുത്തിയാണ് മാതൃഭൂമി അഭിലാഷ് ചർച്ച നടത്തിയത്. അവന് ഇന്നിവിടെ വരരുതെന്ന് ഇന്നലെ PB മെമ്പറോട് ഞാൻ പറഞ്ഞതാണ്. അവനോടാണ് ചോദിച്ചത്. ഈ എനിക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ജോലി ചെയ്യണം, എനിക്ക് ജീവിക്കണം. പിന്നെ അപ്പൻ നിൽക്കുന്ന ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ പോയി കാണുമായിരുന്നു. സജീവിന്റെ വീട്ടിൽ ഞാൻ പോകാറില്ല. ഒരു ചടങ്ങോ ഞാൻ ഈ അരുൺ ആന്റണി വീട്ടിൽ നിന്ന് ഒഴിവാക്കിയപ്പം സജീവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സജീവന്റെ ഭാര്യ അനുവദിക്കുന്നില്ല. അങ്ങനെ നേരെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പം എന്നോട് പാർട്ടിയിലുള്ളവരും ചില പത്രപ്രവർത്തകരോ പോലീസ് ആരൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പലരും വിളിച്ചു പറഞ്ഞു അപ്പനിങ്ങനെ ആരും ഇല്ലാണ്ട് ഹോസ്പിറ്റലിലാണ്, നീ മകനെയും കൊണ്ട് ആശ വന്ന് നോക്കാൻ പറ്റുമെങ്കിൽ വന്ന് നോക്കുന്നത്. ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ സമയത്ത് പാതിരാത്രി യാത്ര ചെയ്ത് വന്ന് ഞാൻ അപ്പനെ ഏറ്റെടുക്കാൻ സമ്മതം അറിയിച്ചതാണ്. അന്ന് K രാധാകൃഷ്ണൻ പിറ്റേ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാകാൻ പോവാണ്. വിജയരാഘവൻ അന്ന് LDF കൺവീനറാണ്, MP ജയരാജൻ ജില്ലാ സെക്രട്ടറിയാണ്. 3 പേരെയും രാത്രി വിളിച്ച് അവരുടെ കോൾ രജിസ്റ്റർ ഒക്കെ എടുത്ത് നോക്കും ഞാൻ അന്ന് വിളിച്ചിട്ടുണ്ടോ ഇല്ലെന്ന്, ഇന്ന ദിവസം ഇന്ന സമയത്ത് വിളിച്ചിട്ടുണ്ടോ. അവരെ അറിയിച്ച് പോലീസിലും അറിയിച്ചിട്ട് വിജനമായ കേരളത്തിൽ കൂടി ഈ കുഞ്ഞു മകനെയും കൂട്ടി യാത്ര ചെയ്ത് വെളുപ്പിന് എറണാകുളത്ത് എത്തി ഒരു റൂം എടുത്ത് താമസിച്ച് ഒന്ന് ഉറങ്ങിയിട്ട് അപ്പനെ കാണാൻ പോണത് 10 മണിക്കാണ്. അപ്പോൾ തലേന്ന് എന്നോട് K രാധാകൃഷ്ണനും MP ജയരാജനും വിജയരാഘവനും പറഞ്ഞിരുന്നു അരമണിക്കൂറിനുള്ള അവിടെ സഖാക്കളെത്തും, CN മോഹനും സഖാക്കൾ അവിടെ എത്തിയിരിക്കുന്നത്. പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പോഴും ബൈസ്റ്റാൻഡർ പറഞ്ഞു ഇവിടെ ആരും വന്നിട്ടില്ല എന്ന്. ഒരു 11 മണിയോടുകൂടി സജീവൻ വന്നു. ഞങ്ങളെ കണ്ടപ്പോൾ മുഖം ഒബ്വിയസ്ലി മാറുമല്ലോ, ക്വൈറ്റ് നാച്ചുറൽ, വഴക്കാണല്ലോ. പിന്നെ ഉടനെ ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ CN മോഹനനും പരിവാരങ്ങളും അജയ് തറയിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ എന്തോ മെമ്പറോ എന്തോ ആണ്, അദ്ദേഹവും കുറേ ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് വന്നു. അങ്ങോട്ട് എൻ്റെ മോനെ കണ്ടപ്പോൾ ഉടനെ ഇതാണോ മകൻ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തലും ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പച്ചനോട് അതിനു മുമ്പ് ഞാൻ സംസാരിച്ചു, ഞങ്ങൾ നോക്കാം. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു തിരുവനന്തപുരത്തോട്ട്. അപ്പച്ചനൊന്ന് ആലോചിച്ചു. അപ്പോൾ പറഞ്ഞു അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. പ്രായമായി കഴിയുമ്പം അവനവൻ്റെ ജന്മസ്ഥലം മാറാൻ താല്പര്യം ഉണ്ടാവില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ പറഞ്ഞു നീ പോയി പഠിക്ക്. അവൻ മിലൻ ഡൽഹിക്ക് പോകാൻ അഡ്മിഷൻ കിട്ടിയിട്ടിരിക്കും LLBക്ക്. അപ്പോൾ മിലൻ പറഞ്ഞു എവിടെയെങ്കിലും LLB എടുത്താൽ പോരെ, ഞാൻ കൊച്ചിയിലാണെങ്കിലും പഠിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല നീ പോയി പഠിക്ക് എന്ന് പറഞ്ഞു. മോഹനം വന്നപ്പം പറഞ്ഞു ഇവിടെ പെമ്മക്കളൊന്നും വേണ്ട, അവിടെ നോക്കാം, പാർട്ടിയും ആമക്കളും ഉണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു ഈ ആമക്കൾ എവിടെയായിരുന്നു
എവിടെയായിരുന്നു? ആമക്കളുണ്ടായിട്ടാണല്ലോ ഭക്ഷണം പോലും കിട്ടാണ്ട് അന്യ വീട്ടിൽ പോയി കിടക്കേണ്ടി വന്നത്, എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അയാളൊന്നും പറഞ്ഞില്ല. പിന്നെ എൻ്റെ നേരെ ഭീഷണിപ്പെടുത്തി വരികയും ഡോക്ടർമാരൊക്കെ അതിന് സാക്ഷിയാണ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ. പിന്നെ ഞാൻ അവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ ഒരു ബൈസ്റ്റാൻഡർ ഉണ്ട്, അപ്പനും കിടക്കുന്നു. എനിക്ക് വേറെ റൂം എടുത്ത് താമസിച്ച് കണ്ടിന്യൂസ് നിൽക്കാനെന്നുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ല. ഞാൻ എങ്ങനെ അപ്പനെ നോക്കുന്നു പറയണത്?